നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് നോക്കാം. തേർഡ് സെൻറ്റൻസ് ആണ് നോക്കുന്നത്. സമ്മൺ ഹാസ് സ്റ്റോളൻ മൈ പോക്കറ്റ്. സമ്മൺ സബ്ജക്റ്റ്, ഹാസ് സ്റ്റോളൻ വെർബ്, മൈ പോക്കറ്റ് ഓബ്ജക്റ്റ്. ഹാസ് സ്റ്റോളൻ എന്നുള്ളത് ഹാസോ ഹാവോ കഴിഞ്ഞിട്ട് സ്റ്റീൽ സ്റ്റോൾ സ്റ്റോളൻ എന്നുള്ളതിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയതുകൊണ്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. ഹാസോ ഹാവോ വന്നിട്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. അതിനെ നമ്മൾ പാസീവൈസ് ആക്കാൻ വേണ്ടി മൈ പോക്കറ്റ് ഫസ്റ്റിൽ ചേർക്കുന്നു. സമ്മൺ ഹാസ് സ്റ്റോളൻ മൈ പോക്കറ്റ് അല്ലേ, അപ്പോൾ മൈ പോക്കറ്റ് ഫസ്റ്റിൽ ചേർക്കുന്നു. ഹാസോ ഹാവോ ഹാഡോ കണ്ടാൽ ഉടനെ ഓർത്തോണം നിങ്ങൾ ബീൻ ചേർക്കുക, എളുപ്പമാണ് നിങ്ങൾക്കത്. മൈ പോക്കറ്റ് സിംഗുലർ ആയതുകൊണ്ട് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കണം. ഫാസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം ഇല്ല. സിംഗുലർ ആണെങ്കിൽ പ്രസൻറ്റ് ടെൻസിൽ ഹാസേ എഴുതാവൂ, ഹാവ് എഴുതരുത്. മൈ പോക്കറ്റ് ഹാസ് ബീൻ സ്റ്റോളൻ. ബൈ സമ്മൺ എഴുതേണ്ട ആവശ്യമില്ല. എന്നുള്ള പറയാം. സമ്മൺ ഹാസ് സ്റ്റോളൻ മൈ പോക്കറ്റ്. മൈ പോക്കറ്റാണ് ഓബ്ജക്റ്റ്. മൈ പോക്കറ്റ് ഫസ്റ്റ് എഴുതി. ഹാസ് സ്റ്റോളൻ, ഹാസ് ബീൻ സ്റ്റോളൻ, ഹാവ് ബീൻ സ്റ്റോളൻ ആവുന്നത് ഹാസ് ബീൻ എന്ന് എഴുതിയാൽ മതി. എന്തുകൊണ്ട്? മൈ പോക്കറ്റ് ആയതുകൊണ്ട്, സിംഗുലർ ആയതുകൊണ്ട് മൈ പോക്കറ്റ് ഹാസ് ബീൻ സ്റ്റോളൻ. ഇനി സ്പീക്ക് എന്ന് പറയുന്ന വെർബിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? സ്പോക്ക്. സ്പീക്ക്, സ്പോക്ക്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ സ്പോക്കൺ. പ്രസൻറ്റ് ടെൻസ് രണ്ടെണ്ണമുണ്ട്. ഏതൊക്കെയാണ്? സ്പീക്ക്, സ്പീക്സ്. സ്പീക്ക്, സ്പീക്സ്. അതെങ്ങനെ മാറുന്നു? ബിയുടെ ഫോംസ് ആയ ഈസ്, ആം, ആർ. പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ ഈ സ്പോക്കൺ, ആം സ്പോക്കൺ, ആർ സ്പോക്കൺ. ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഈ സ്പീക്കിംഗ്, ഈ സ്പീക്കിംഗ്, ആം സ്പീക്കിംഗ്, ആർ സ്പീക്കിംഗ്. അതെങ്ങനെ മാറുന്നു? ഈസ് ബീയിങ് സ്പോക്കൺ, ആം ബീയിങ് സ്പോക്കൺ, ആർ ബീയിങ് സ്പോക്കൺ. പ്രസൻറ്റ് പെർഫെക്റ്റ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ഹാസോ ഹാവോ ചേർത്തിട്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഹാസ് സ്പോക്കൺ, ഹാവ് സ്പോക്കൺ. ഇറ്റ്സ് ചേഞ്ച് ടു ഹാസ് ബീൻ സ്പോക്കൺ, ഹാവ് ബീൻ സ്പോക്കൺ. ഹാസ് ബീൻ സ്പോക്കൺ, ഹാവ് ബീൻ സ്പോക്കൺ. From the first one, people speak English all over the world. Speak present tense, so English is spoken all over the world. Is, am, are past participle. They are organizing an excursion to Mysore. ആ എക്സ്കർഷൻ ഫസ്റ്റ് എഴുതുക. ആർ ഓർഗനൈസിങ്ങിലെ ഓർഗനൈസിങ്ങിന് പകരം എന്തെഴുതുക? ബീയിങ് ഓർഗനൈസ്ഡ് എഴുതുക. ഈസ് അതുപോലെ തന്നെ ആറ് മാറിയിട്ട് ഈസ് ആകുന്നു. എന്തുകൊണ്ട്? ആൻ എക്സ്കർഷൻ എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് ആൻ എക്സ്കർഷൻ ഈസ് ബീയിങ് ഓർഗനൈസ്ഡ് ടു മൈസൂർ ബൈ ദം. ഈസ്, ആം, ആർ ബീയിങ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. Someone has stolen my pocket. Has been stolen. My pocket has been stolen.